ഭയമുണ്ട് ഇയാളെ, അതുകൊണ്ട് ഇനി ഒരിക്കലും ഇയാളെ പുറത്ത് വിടരുത്. ഇപ്പൊ പോലെ ഈ കോടതിയിൽ പോലും നിൽക്കുമ്പോ ആ പേടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ കേസിൽ ഭയങ്കര തൃപ്തിയാണ്. കോടതിയിലേക്കായാലും ഒരുപാട് നന്ദി ഉണ്ട്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഇനിയിപ്പോ തുടർ മേൽക്കോടതിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. വേണ്ട വേണ്ട വേണ്ട. ഈ കേസിൽ അടുത്ത കേസിൽ വേണ്ട ശിക്ഷ അയാൾക്ക് ലഭിക്കട്ടെ. സജിതയുടെ അമ്മ വന്നിട്ടുണ്ടോ? ഇല്ല. സഹോദരി വന്നിട്ടുണ്ടല്ലേ? എന്താണ് ചേച്ചി പറയാറ്? മക്കൾക്ക് നാളേക്ക് എൻ്റെ മക്കൾക്ക് എന്താ പറയണേ ചേച്ചി? എൻ്റെ മക്കൾക്ക് അമ്മയില്ല അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ്, അഡ്രസ്സ് ഇല്ലാണ്ടാക്കിയതാണ്. ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ അപേക്ഷിക്കുകയാണ് മക്കൾക്ക്. പിന്നെ അച്ഛനമ്മയ്ക്കും വയസ്സായതാണ്. എനിക്ക് ആങ്ങളമാരില്ല, എനിക്ക് 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു സർക്കാർ ജോലി, സർക്കാർ കൃത്യമായിട്ട് സംരക്ഷണം കൊടുക്കണമെന്നാണ്. മക്കൾക്ക് ജോലി കൊടുക്കണമെന്ന് പറയും. ഇപ്പൊ നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്, പറയുന്നുണ്ട്. അടുത്ത കേസും കൂടി വരുമ്പോൾ നമുക്ക് ഇപ്പൊ ജീവിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അച്ഛനമ്മേൻ്റെ കൂടിയാണ് ജീവിക്കുന്നത്, അപ്പാപ്പനും അമ്മേൻ്റെ കൂടി. പക്ഷെ അവർക്കും വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ നേരത്തെ ഒരു സർക്കാർ ജോലി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ജോലി കൊടുക്കാന്ന്. പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതുകൂടി സർക്കാർ പരിഗണിക്കണം. അതും കൂടി മക്കൾക്ക് ഒന്ന് നോക്കണം. അവരുടെ കാര്യം നോക്കാനുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കാമല്ലോ. അതുകൊണ്ട് ഇതിൽ കൂടെ എല്ലാവരും നിങ്ങൾക്കും ചാനലുകാർക്കും എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ കൂടെ നിന്നവർക്കും എല്ലാവർക്കും നന്ദി.